ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നെല്ലിക്ക ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നെല്ലിക്ക ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഈ കായം വറുത്ത് കോരി എടുക്കണം. അതിന് ശേഷം കടുകിടുക, ഇഞ്ചി മൂപ്പിക്കുക, വെളുത്തുള്ളി മൂപ്പിക്കുക, പച്ചമുളക്. അതിന് ശേഷം ഈ നെല്ലിക്ക ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കുക, ഉപ്പ് ഇടുക കൂടെ. എന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വേകുന്ന പരുവാകും കേട്ടോ. അതിന് ശേഷം നമുക്ക് പൊടികൾ ഇടാമേ. നമ്മുടെ നെല്ലിക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു നെല്ലിക്ക എടുത്ത് ഒടിച്ച് നോക്കണം. ഇങ്ങനെ ഒടിയുകയാണെങ്കിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ചാണ്. അപ്പോൾ നമുക്ക് പൊടികളിടാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 6 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ മുളക് പൊടി 5 സ്പൂണ്. അപ്പോൾ നമുക്ക് പൊടികളിടാം. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ മണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കുക കേട്ടോ. പച്ചപ്പ് മണം പോകുന്നിടം വരെ. ഗ്രേവിക്ക് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇച്ചിരി ഒഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തിക്കായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവേ. അത് ഞാൻ വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ ഇത് നല്ല ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഞാൻ ഈ കപ്പിനൊരു കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് കൂടെ വേണേ. വിനാഗിരി ഒഴിച്ച ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. വിനാഗിരി നമ്മൾ തിളപ്പിച്ചാറിയല്ല ഒഴിക്കുന്നത്. പച്ചയോടെ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം, ഇച്ചിരി ഗ്രേവിക്ക്, എനിക്ക് ഇച്ചിരി ഗ്രേവി വേണം കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണേ. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അച്ചാർ. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇത് 2 സ്പൂൺ കടുകും ഒരു 1.5 സ്പൂണ് ഉലുവയും കൂടെ പൊടിച്ച് വറുത്തതാണ്, പൊടിക്കണം. ഇത് കായം, ഇത് രണ്ടും കൂടെ പൊടിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് സെയിൽ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിരുന്നു. വിനാഗിരിയുടെ കുറവുണ്ടെങ്കിൽ അതും തിളപ്പിച്ചാറിയതിന് ശേഷം ഒഴിക്കുക. പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.